തിരുവനന്തപുരത്ത് സെൻറ് തോമസ് സ്കൂളിൽ മുക്കോലക്കൽ സെൻറ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. +2 വിദ്യാർത്ഥിയാണ് നിഖിൽ വിനോദ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിഖിൽ വിനോദ് വൈറലാണ്. എന്തുകൊണ്ട് വൈറലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഖിലിൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓട്ടിസ ബാധിതനായ അനുജനെയും രോഗിയായ അമ്മയെയും ചേർത്ത് പിടിക്കുന്ന ഒരു +2 വിദ്യാർത്ഥി. എൻ്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഇവനെ എപ്പോഴും ഉപദ്രവിക്കണം. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് ഇവനെ അറിഞ്ഞുകൊണ്ട് തന്നതാണ്. ഞാൻ എന്തിനീ ലോകത്ത് ജനിച്ചു? ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കുന്നത്, എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ജീവിതം പോലും അവസാനിപ്പിക്കാം എന്ന്. ചെറുപ്രായത്തിലെ ഒരു കുടുംബത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്ന നിഖിൽ വിനോദ്. അവൻ എൻ്റെ വീട്ടിലെ ഒരു ഗൃഹനാഥനാ. ഒരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചു തരണോന്ന് പറഞ്ഞിട്ടില്ല ഈ കുട്ടി. അന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ പോലും എൻ്റെ കൊച്ചു ഒറ്റയ്ക്കാ പോയത്, ആരും ഇല്ലായിരുന്നു. അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായ മോനും മക്കളാണ്. ഞാൻ വളരെ സന്തോഷമായിട്ട് കഴിയായിരുന്നു മാരേജിൽ. മൈക്കിൾ എന്ന പേര് ഹസ്ബൻഡിന്റെ പേര്, മോന്റെ പേര് നിഖിൽ. ആ മോന്റെ പേരാ ഞാൻ ഈ ഇട്ടേക്കുന്നത്. ആ മോൻ മരിച്ചതിന് ശേഷമാണ് ഈ മോൻ ഉണ്ടായത്. ആ നിഖിലിനെ പോലെ ഇരിക്കുന്നേ, ആ ഒരു തടിയനായിരുന്നു. അപ്പുവിന്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം. മാത്രമല്ല അമ്മയ്ക്ക് ഈ അസുഖം കുറച്ച് കാലത്തിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് ഈ പാർക്കിൻസൺ ഡിസീസിന് ചില ചികിത്സകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ മോനെ. ഇനി ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് വെച്ചാൽ തന്നെ അതിനൊരു സാമ്പത്തികപരമായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. ഞാനൊരു സ്വാതന്ത്ര്യം എടുത്ത് മോനോട് പറയുകയാണ്. 24 വാർത്താ ചാനലിന്റെ ഒരു ചെയർമാനുണ്ട്, ആലിങ്കൽ മുഹമ്മദ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ നമുക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. 9 വയസ്സുള്ളപ്പോൾ അവൻ്റെ കുടുംബത്തെ താങ്ങി നിർത്താൻ അവൻ ശ്രമം തുടങ്ങിയതാണ് ഈ നിഖിൽ വിനോദ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പം നിഖിൽ +2-നാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവൻ്റെ സഹായത്തിനെത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ റെക്കോർഡിങ്ങിന് വന്നപ്പോൾ ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട്, എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് വലിയ സ്വാതന്ത്ര്യമാണെന്ന് നിങ്ങൾക്കറിയാം. ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ ആ റെക്കോർഡിങ്ങിൽ പറഞ്ഞു, ഈ സൗദി അറേബ്യയിലൊരു വ്യവസായിയുണ്ട് നമ്മുടെ ഡയറക്ടറായിട്ട്, 24-ൻ്റെ ചെയർമാനാണ് ആലിങ്കൽ മുഹമ്മദ് സാറ്. അപ്പോൾ അദ്ദേഹം ഈ മകൻ്റെ പഠിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളും, ഈ അമ്മയ്ക്ക് കണ്ണീർ തോർന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമ്മ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവുമായി ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ അമ്മയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി പോയി ഒരു ലോറിയിൽ ഇടിച്ചിട്ട് അവരുടെ മകനും ഹസ്ബൻഡും മരിച്ചുപോയി. പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് ഈ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത്. ആ മരിച്ചുപോയ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവന് നിഖിൽ എന്ന പേരിട്ടത്. അന്ന് മരിച്ചത് ഒരു നിഖിലായിരുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ ആദ്യം 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന അപ്പു, അടുക്കളയിൽ ജോലികൾ ചെയ്യുക, ഭക്ഷണം വയ്ക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ഒരു കളിപ്പാട്ടം പോലും ജീവിതത്തിൽ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മകനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നിഖിൽ. സത്യത്തിൽ ഞാൻ ഈ കുടുംബത്തെ അവതരിപ്പിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടിയല്ല. ലോകമെമ്പാടും ഇരുന്ന് ആർഭാടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും ഉണ്ടല്ലോ. അവരൊക്കെ കാണട്ടെ ഒരു കുട്ടി എങ്ങനെ വളരും ഈ സമൂഹത്തിൽ എന്ന്. ഞാൻ ശ്രീ ആലിങ്കൽ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ചതാണ് ആ പരിപാടിയിൽ. അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നാണ് അദ്ദേഹം അറിഞ്ഞത്. ഈ അമ്മയ്ക്കുള്ള പാർക്കിൻസൺ രോഗം ബാധിച്ചിട്ടുള്ള ഈ അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കും അതേപോലെ ഈ മകന് പഠിക്കാനുള്ള പണവും എത്ര ആവശ്യമുണ്ടോ അത് നൽകാൻ ശ്രീ ആലിങ്കൽ മുഹമ്മദിനോട് ഞാൻ സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ശ്രീ ആലിങ്കൽ മുഹമ്മദ്. എന്നാൽ ഇതുവരെ ഇത്ര വലിയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇത് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ മോൻ നമ്മുടെ ഇന്ന് വളരുന്ന ചെറിയ കുട്ടികൾക്ക്, നമ്മൾ പല ദിവസങ്ങളെന്നോളം നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന കുട്ടി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് കൊണ്ട് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ടീച്ചർ ചീത്ത പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികരിക്കുന്ന കുട്ടികളെ നമ്മളിന്ന് കാണുന്നത്. ആ കുട്ടികൾക്ക് ഞാൻ നിഖിലിനെ ഒരു മാതൃകയാക്കി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. അവൻ പഠിച്ച് അവൻ്റെ അസുഖമുള്ള കുഞ്ഞിനെ
അനിയനെ അവൻ നോക്കുന്നു, അതേപോലെ രോഗബാധിതയായ അമ്മയെ അവൻ ശുശ്രൂഷിക്കുന്നു. ഇതിലും വലിയത് ഒരു പാഠമായി നിങ്ങൾക്ക് തരാൻ ഈ ലോകത്തൊന്നുമില്ല. നിങ്ങൾ നിഖിലിനെ അനുകരിക്കണമെന്നാണ് എനിക്ക് അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ചെറിയ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കാണുമ്പോൾ ഇത് വളരെ ചെറിയ കാര്യമാണ്, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയണം, നമ്മളത് സംരക്ഷണം ചെയ്യുന്നുമില്ല. അതായത് ഈ ഓട്ടിസം ബാധിച്ച ഈ അപ്പു എന്ന മകൻ ഫ്ലോറിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ അതൊരു തവണ കാണുന്ന ആളുകൾക്ക് അയ്യോ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും. പക്ഷേ ഇങ്ങനെ എത്രയോ തവണ ഈ മൂത്രമൊഴിക്കുന്ന അപ്പുവിൻ്റെ മൂത്രമെടുത്ത് ഈ 9 വയസ്സ് മുതൽ പെടാപ്പാടുപെടുന്ന ഒരു നിഖിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിഖിലിനൊരു വലിയ കൈയടി പ്രേക്ഷക സമൂഹം ഈ നിഖിലിനെ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം നിഖിൽ, ഞാൻ ആലെങ്കിലും മുഹമ്മദ് സാറിന് വേണ്ടി താങ്കളോട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിന് നിഖിലിൻ്റെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ഈ അപ്പുവിൻ്റെയും അമ്മയുടെയും ചികിത്സയ്ക്കുള്ള എത്ര പണം ആവശ്യമുണ്ടോ അദ്ദേഹം സൗദിയിൽ 50 ഡിഗ്രി ചൂടിൽ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു അംശം താങ്കൾക്ക് അയച്ചു തരും. ഇതെൻ്റെ വാക്ക്. എനിക്കൊരു കാര്യത്തിൽ നന്ദിയുണ്ട്. ഇതുവരെ ഈ കമ്പനിക്ക് ഇദ്ദേഹത്തിന് ഡിവിഡൻഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ അല്ലേ സഹായിക്കാൻ പറ്റൂ? എൻ്റെ അഡ്രസ്സ് ശ്രീകണ്ഠൻ സാറിനോട് വാങ്ങിക്കുക, എന്താ ആവശ്യം ഫോൺ നമ്പരും ഒക്കെ തരും, നേരിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ പ്രവീതയ്ക്ക് എന്തോ പറയണമെന്ന് തോന്നി? നിഖിൽ എന്ന് പറയുന്ന ആ കുട്ടിയെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എത്രത്തോളം പരിഭവിക്കുന്നു അല്ലേ. മുതിർന്നവർക്ക് ഉറപ്പായും മാതൃകയാക്കാവുന്ന ഒരാളാണ് നിഖിൽ. ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിഖിൽ എന്തോ പറയാമെന്ന് പറഞ്ഞു. നിഖിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ള? അമ്മ എനിക്ക് നന്ദി മാത്രം, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഫ്ലവേഴ്സ് ടിവിക്ക് പ്രിയണ്ടൻ നായർ സാറിന് ഒരു കൂപ്പ് കൈ, മാഡമിന് ഒരു കൂപ്പ് കൈ. സാറിന്റെ പേര് എനിക്കറിയില്ല. ആലിങ്കൽ മുഹമ്മദ് സാറിനും കോടി 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 നന്ദി. വാക്കുകളില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും അത്യാവശ്യം. ഞങ്ങൾ ഇതിനകത്തുനിന്ന് കരകയറണം. നന്ദി മാത്രം. All glory to Jesus. All glory to Jesus. നിഖിൽ 2 വാക്ക് പറയൂ. ലോകമെമ്പാടും നിഖിലിനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ ഉത്തേജിപ്പിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ എത്രയോ കുട്ടികൾ വാങ്ങിച്ചു കൂട്ട കളിപ്പാട്ടം ചെറുതായി പോയി എന്നൊക്കെ പരാതിപ്പെടുന്ന കുട്ടികൾക്ക് മുമ്പിൽ താങ്കളൊരു വലിയ ഉയർത്തിക്കെട്ടിയ പന്തമാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ജീവിതം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും പ്രയാസത്തിലൂടെയാണ് ജീവിതം പഠിക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മളെല്ലാ പിള്ളേരെയും കാണുന്ന പോലെ എല്ലാം കിട്ടിയിട്ടും അവരെന്താ പറയുക തൃപ്തരല്ല, അല്ലെങ്കിൽ അവർ തൃപ്തിപൂർവമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം സാർ പറഞ്ഞ പോലെ ഓരോ പിള്ളേരും ആത്മഹത്യ ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൂടെ എനിക്ക് ഇപ്പം അങ്ങനെ മാതൃകയാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. മുഹമ്മദ് സാറ് പറഞ്ഞ പോലെ എന്നെ എല്ലാവരും അനുകരിക്കണമെന്നൊക്കെ പറയുമ്പം എന്താണ് സത്യം പറഞ്ഞാൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അത്രയ്ക്കും വലിയൊരാളാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവരെ നോക്കുന്ന സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കൊരു ഭാരമായിരുന്നു. ഒരു ഉപയോഗമില്ല ഇവരെ നോക്കുന്നതിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം ഇവരെ ഞാൻ നോക്കുന്നുണ്ട്, ഇവരെൻ്റെ അമ്മയും അനിയനുമാണ് എന്നെനിക്ക് ലോകത്തോട് വിളിച്ച് പറയാം. അഭിമാനമാണ് എനിക്ക്. ഇത്രയും പേര് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത്. ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെനിക്ക് തിരുത്തി തന്നു. ഇവിടുത്തെ ഈ കേരളത്തിലെയും വെളിയിലുള്ള ജനങ്ങളും എല്ലാവരും എനിക്കത് തിരുത്തി തന്നു. എന്നോട് എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് ഈ ഒരു വാക്ക്. ഇത് കേൾക്കാൻ വേണ്ടി ഒരുപാട് വർഷം എടുത്തു. ഒരു എന്താ പറയുക അനാഥയായിട്ടുള്ള ആൾക്കാരെ പോലെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ല. ഇപ്പം ബന്ധുക്കളാണെങ്കിൽ പോലും ആരുമില്ല. അവിടെ അനാഥയായിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ. അപ്പം അതിൽ ഞങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടാണ് പോയത്. അത് ഇവിടം വരെ എത്തി. അതിന് ഓൾ ഗ്ലോറി ടു ഗോഡ്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. നിഖിൽ, പ്രേക്ഷക മലയാളി സമൂഹം വിളിച്ചു പറയുന്നുണ്ട് താങ്കൾ ഒറ്റയ്ക്കല്ല, ഈ കുടുംബത്തിനൊപ്പം ലോകത്തിലെ മലയാളികളിലാണ്. അമ്മ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അന്ന്, ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പോൾ ആരെങ്കിലും മുഹമ്മദ് സാർ വന്നാൽ ഒരുപാട് ആൾക്കാർ വരും. അതുപോലെ നമ്മുടെ ഷെഫ് പിള്ള എന്നറിയപ്പെടുന്ന കുക്കിംഗ് എക്സ്പെർട്ട്
മാസ്റ്റർ ഷെഫ് എന്നുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ അഭിമാന മലയാളി അദ്ദേഹം ഇവനെ കുക്കിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കുക്കിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ താങ്ക് യു നിഖിൽ, താങ്ക് യു അമ്മ, താങ്ക് യു അപ്പു. അവനെന്തോ വിചിത്രമായി ലോകത്തെ നോക്കുകയായിരിക്കും അവൻ്റെ ഭാഷയിൽ. ഓക്കെ.